തിരുവനന്തപുരത്ത് തന്നെ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ ഒരു കാരണം IFFK പോകണം എന്നുള്ളതാണ്. എന്തായിരുന്നു ആ റാങ്ക് ലിസ്റ്റ് കണ്ടപ്പോഴത്തെ ഫസ്റ്റ് ഇമോഷൻ? ഞാൻ ആക്ച്വലി KS മെന്ററിന്റെ 2-3 മിസ് കോൾ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടെന്ന്. ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഒരു 400-നകത്ത് വരണം എന്നായിരുന്നു. അതും ആഗ്രഹം മാത്രമായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു എത്രത്തോളം മുമ്പോട്ട് വരുമോ പുറകോട്ട് പോകുമോ എന്നൊക്കെ ഉള്ളത്. അപ്പം 191 കണ്ടപ്പോഴത്തേക്കും വളരെയധികം സന്തോഷമായി. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല അത്രയും മുമ്പിലോട്ട് വരുമെന്ന്. അപ്പം ഇന്ന് സെക്രട്ടറി അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ വന്ന് നിൽക്കുമ്പം എനിക്ക് നന്ദി പറയാനുള്ളത് കൊച്ചച്ഛൻ്റെ അടുത്താണ്. ഒരുപക്ഷെ കൊച്ചച്ഛൻ എന്നൊരു വ്യക്തി ജീവിതത്തിൽ ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് സംശയമാണ് ഞാൻ PSC പഠിക്കുമെന്ന് തന്നെ. എക്സാമിനോടുള്ള ആരാധനയോടൊപ്പം തന്നെ ഈ ജോലിയുടെ ഒരു മഹത്വവും മനസ്സിൽ തോന്നി തുടങ്ങി. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കോളേജ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാവില്ല, പക്ഷേ ഭാവിയിൽ നമുക്ക് വളരെ സെക്യൂർ ആയിട്ടുള്ള വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ഒരു സോഷ്യൽ ലൈഫും കൂടി നമുക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സെക്ടർ ഗവൺമെൻറ് സെക്ടറാണ്. ഇപ്പോൾ AI വന്നതിന് ശേഷം നമുക്ക് പല ഉപയോഗങ്ങളും ഉണ്ട്. നമുക്ക് ചില ടോപ്പിക്ക് അതിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഏരിയയിൽ നിന്ന് PSC ചോദിക്കുന്ന പോലെ 10 ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് തരും, അത് ചെയ്ത് തരും. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് PSC ഒരു ബാലി കയറാ മലയേ അല്ല. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത്തവണത്തെ സെക്രട്ടറി അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 191 റാങ്ക് കിട്ടിയ സച്ചിനാണ് എൻ്റെ മുൻപിൽ നിൽക്കുന്നത്. ഹായ് സച്ചിൻ. 1746 പേരുള്ള ഒരു റാങ്ക് ലിസ്റ്റ്, അതിൽ 191 റാങ്ക്. എന്തായിരുന്നു ആ റാങ്ക് ലിസ്റ്റ് കണ്ടപ്പോഴത്തെ ഫസ്റ്റ് ഇമോഷൻ? റാങ്ക് ലിസ്റ്റ് കണ്ടപ്പോൾ ഫസ്റ്റ് ഇമോഷൻ വളരെയധികം സന്തോഷമായിരുന്നു. എല്ലാവരെയും പോലെ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഒരു 400-നകത്ത് വരണം എന്നായിരുന്നു. അതും ആഗ്രഹം മാത്രമായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു എത്രത്തോളം മുമ്പോട്ട് വരുമോ പുറകോട്ട് പോകുമോ എന്നൊക്കെ ഉള്ളത്. അപ്പം 191 കണ്ടപ്പോഴത്തേക്കും വളരെയധികം സന്തോഷമായി. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല അത്രയും മുമ്പിലോട്ട് വരുമെന്ന്. സോ വെരി ഹാപ്പി. ഞാൻ ആ സമയത്ത് ഇങ്ങനെ ആരെയൊക്കെ വിളിച്ച് പറയണം, സംസാരിക്കണം. ഞാൻ ആക്ച്വലി KS മെന്ററിന്റെ 2-3 മിസ് കോൾ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് നോക്കിയത്. ഭയങ്കര സന്തോഷമായി. അതാണ് ആദ്യത്തെ ഫീലിംഗ്. ഓക്കെ, അപ്പൊ ഇത്രയും മികച്ച ഒരു റാങ്ക് കിട്ടിയ സച്ചിന്റെ ആ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരുന്നു? ബേസിക്കലി ഞാൻ PSC വളരെ എൻ്റെ കോളേജ് കഴിഞ്ഞ ഉടനെ PSC പ്രിപ്പറേഷനിലേക്ക് വരികയും കുറച്ച് നാൾ PSC പ്രിപ്പയർ ചെയ്ത് ഒരു ജോലി ആയതിനു ശേഷം UPSC പ്രിപ്പറേഷനിലേക്ക് പോവുകയാണ് ചെയ്തത്. ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ലോങ് ലീവ് എടുത്ത് UPSC പ്രിപ്പയർ ചെയ്തു. ആ UPSC പ്രിപ്പറേഷനിലൂടെയാണ് ഞാൻ UPSC പ്രിലിംസ് എഴുതി. ആ സമയത്താണ് സെക്രട്ടറിയുടെ പ്രിലിംസ് വന്നത്. അപ്പോൾ 2ൻ്റെയും പ്രിലിംസ് കിട്ടി. 2ൻ്റെയും മെയിൻസ് ഏതാണ്ട് ഒരേപോലെ ആയിരുന്നു. UPSC മെയിൻസ് എനിക്ക് ഇച്ചിരി ടഫായിരുന്നു. എനിക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു കിട്ടുമോ എന്നുള്ളത്. പക്ഷേ സെക്രട്ടറിയുടെ നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ KS മെൻറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. അവിടുത്തെ ടെസ്റ്റ് സീരീസ് എടുത്തു. കാരണം ആ ഒരു ഷോർട്ട് ടൈമിൽ കുറച്ച് PSCയുടെ ടോപ്പിക്സ് എനിക്ക് പഠിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ടെസ്റ്റ് സീരീസ് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ടെസ്റ്റ് സീരീസ് എടുത്ത് ടെസ്റ്റ് എഴുതി പ്രിപ്പയർ ചെയ്താണ് സെക്രട്ടറിയുടെ മെയിൻസിന് അറ്റംപ്റ്റ് കൊടുക്കുന്നത്. മെയിൻസ് ക്ലിയറായി, ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്ത് അങ്ങനെ എത്തി നിൽക്കുന്നു. അപ്പോൾ കുറച്ചൊരു വലിയ ജേണി ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് PSC പഠിച്ച് ജോലി കിട്ടി UPSC പ്രിപ്പറേഷൻ കഴിഞ്ഞാണ് ഇതിലോട്ട് വരുന്നത്. ഈ UPSC ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് PSCയിലോട്ട് സ്വിച്ച് നടത്തുമ്പോൾ യൂഷ്വലി ആസ്പിരൻസിന് ഉണ്ടാകുന്ന ഒരു ടെൻഷൻ കേരള ഹിസ്റ്ററി, മലയാളം, കേരള ജോഗ്രഫി, ഇതൊക്കെ എങ്ങനെ കവർ ചെയ്യുമെന്നുള്ളതാണ്. സച്ചിൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? എൻ്റെ കാര്യത്തിൽ ഒരു കാര്യം, ഞാൻ ആദ്യം PSCയിൽ തുടങ്ങിയ ആളായതുകൊണ്ട് എനിക്ക് കുറച്ച് PSC എക്സാംസ് ഫെമിലിയർ ആയിരുന്നു. ഞാൻ PSC എക്സാംസ് എഴുതുകയും അതിൻ്റെ പഠിച്ചിട്ടൊക്കെ ഉള്ളതുകൊണ്ട് കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി പോലുള്ള ടോപ്പിക്സ് ഒരു തവണ പഠിച്ചതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ UPSCയിലേക്ക് പോകുന്നത്. ഇപ്പോൾ UPSCയിൽ പ്രിപ്പയർ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ടോപ്പിക്സിൽ കുറച്ചും കൂടി ഒരു കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടായി. ഇപ്പോൾ നമുക്ക് പോളിറ്റി അല്ലെങ്കിൽ എക്കണോമിക്സ് ഒക്കെ പണ്ട് PSC പഠിക്കുന്ന സമയത്ത് കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മഗ്ഗപ്പ് ചെയ്യായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. UPSCയിലേക്ക് വന്നപ്പോൾ കോൺസെപ്റ്റ്സ് ഭയങ്കര സ്ട്രോങ് ആയി. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ കുറച്ച് നാൾ മുമ്പാണ് ഈ കേരള ടോപ്പിക്സ് പഠിച്ചിട്ടുള്ളതെന്നുള്ളത് ഈ മറന്നുപോയതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ടെസ്റ്റ് സീരീസ് എടുത്തത്. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ടെസ്റ്റ് സീരീസിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ പണ്ട് പഠിച്ചതൊക്കെ എനിക്ക് ഓർമ്മ വരും എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ചോദിച്ചൊരു ആശങ്ക, അതായത് നമ്മൾ UPSCയിൽ നിന്ന് PSCയിലേക്ക് വരുമ്പോഴത്തേക്കും കേരള ടോപ്പിക്ക് എങ്ങനെ കവർ ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ. എനിക്ക് തോന്നുന്നു അത് കുറേയൊക്കെ എക്സാജറേറ്റഡ് ടെൻഷനാണ്. അങ്ങനെയുള്ളതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരു നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമുക്ക് കേരള ടോപ്പിക്സ് ഈസിലി കവർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എന്തായാലും 100 മാർക്കിൻ്റെ പരീക്ഷ എന്ന് പറയുമ്പോൾ 100 മാർക്ക് മേടിക്കണ്ടല്ലോ. കട്ട് ഓഫ് അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്ന് പ്ലസ് ഒരു 10 മാർക്സ് അല്ലെങ്കിൽ 15 മാർക്സ് സ്കോർ ചെയ്യുക. അപ്പോൾ ചില ടോപ്പിക്സ് നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആ സ്കോറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പം ഇപ്പോൾ ഓൾറെഡി ഗവൺമെന്റ് സർവീസിലാണ്, വാട്ടർ അതോറിറ്റിയിൽ UD ക്ലർക്കാണ്. സർവീസിൽ ഇരിക്കെ തന്നെ എങ്ങനെയാണ് ഈ ഒരു പ്രിപ്പറേഷൻ നടത്തിയത്? ഒന്ന്, എനിക്ക് ആദ്യമേ UPSC എക്സാമിനോടൊരു ആരാധന ഉണ്ടായിരുന്നു. അതായത് എനിക്ക് ജോലിയെക്കാളും ആ എക്സാമിനോടൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. ലൈക്ക് അതിൻ്റെ ആ ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നുപോയ പലരെയും എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അവരുടെ ഒരു നോളജ് ലെവൽ അല്ലെങ്കിൽ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അവർക്കുള്ള ക്ലാരിറ്റി, ഇതൊക്കെ എനിക്കൊരു ആരാധന ഉണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് ഈ പ്രിപ്പറേഷനിലൂടെ കടന്നു പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ജോലിയെക്കാൾ എനിക്ക് ഈ പ്രിപ്പറേഷൻ ചെയ്യണമെന്ന്. പക്ഷേ ആദ്യമേ ഒരു ജോലി കിട്ടുന്നതിന് മുമ്പേ UPSCയിലേക്ക് പോകാൻ പേടിയുണ്ടായിരുന്നു. കാര്യം ഇൻ കേസ് UPSCക്ക് വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ട് എനിക്കൊന്നും ഇല്ലാതെ ഒരിടത്ത് നിന്നു പോകുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ PSC പഠിച്ച് PSCയിൽ വാട്ടർ അതോറിറ്റിയിൽ ജോലി ആയപ്പോൾ ഒരു ധൈര്യം തോന്നി, ഇനി എന്തായാലും UPSC ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആ ധൈര്യത്തിലാണ് UPSCയിലേക്ക് വന്നത്. പിന്നെ ഒബ്വിയസ്ലി വാട്ടർ അതോറിറ്റിയിൽ എൻ്റെ കൊളീഗ്സ് ആയാലും എൻ്റെ സുപ്പീരിയേഴ്സ് ആയാലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പഠിക്കാൻ പ്ലാൻ ഉണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ ഭയങ്കര എൻകറേജിങ് ആയിരുന്നു. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഡിവിഷൻ ഓഫീസിലാണ്. അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ മനോജ് സാർ വളരെ മോട്ടിവേറ്റിംഗ് ആയിരുന്നു. സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എനിക്ക് ലീവൊക്കെ എടുക്കാനും ഒക്കെ. അങ്ങനെയാണ് UPSCയിലേക്ക് വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മളിപ്പം വാട്ടർ അതോറിറ്റിയിൽ വന്ന് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴും വലിയ പദ്ധതികളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതികൾ കാണുമ്പോഴും ഒക്കെ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ പ്രാധാന്യം മനസ്സിലായിരുന്നു. അത് വാട്ടർ അതോറിറ്റി വരുമ്പോഴാണ് മനസ്സിലാവും ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കാര്യം എത്ര പ്രധാനപ്പെട്ടതാണ്, ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നാട്ടിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അപ്പോഴേ ഈ എക്സാമിനോടുള്ള ആരാധനയോടൊപ്പം തന്നെ ഈ ജോലിയുടെ ഒരു മഹത്വവും മനസ്സിൽ തോന്നി തുടങ്ങി. അങ്ങനെയാണ് UPSCയിലേക്ക് വരുന്നത്. അതുകൊണ്ട് വാട്ടർ അതോറിറ്റിയിൽ ആ ഒരു മൊത്തം എൻവയോൺമെൻറ്റ് വളരെ സപ്പോർട്ടീവായിട്ടുള്ള അഡ്മിനിസ്ട്രേഷനോട് നമുക്ക് നേരിട്ട് ഇടപെടാൻ കഴിഞ്ഞ ആ ഒരു എൻവയോൺമെൻറ്റ് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ഈ ഒരു പഠനം എന്നതിനപ്പുറം സച്ചിന്റെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നോക്കുവാണെങ്കിൽ ആൾ അത്യാവശ്യം കലാരംഗത്തൊക്കെ തന്നെ ഒരു കൈ വളരെ ചെറിയ രീതി ചെറിയ രീതിയിലാണെങ്കിൽ കൂടിയും കലാരംഗത്തൊക്കെ തന്റെ ഒരു പ്രസൻസ് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കുറച്ചൊക്കെ എഴുതും, കുറച്ചൊക്കെ ഡയറക്റ്റ് ചെയ്യും, 1-2 ഷോർട്ട് ഫിലിമിന്റെ ഒക്കെ തന്നെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു മേഖലയെ പറ്റി എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? കൂടുതലും ഞാൻ അങ്ങനെ എനിക്കൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, വളരെ നല്ല കലാകാരന്മാരുള്ള ഒരു ഫ്രണ്ട് സർക്കിൾ, നല്ല കഴിവുള്ളവർ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വിജയ് എന്നാണ് പേര്. വളരെ നന്നായിട്ട് പാടും, നന്നായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യും, അഭിനയിക്കാൻ ഇഷ്ടമുള്ള സുഹൃത്തുക്കളുണ്ട്. അതുപോലെ സാങ്കേതികമായിട്ട് ക്യാമറ എഡിറ്റിങ്ങിലൊക്കെ. അപ്പോൾ ഈ ഒരു സുഹൃത്ത് വലയമാണ് അതിൻ്റെ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരോടൊപ്പം നിൽക്കുമ്പോഴത്തേക്ക് സിനിമയെപ്പറ്റി ചർച്ച ചെയ്യും, സിനിമാ മേഖലയിലെ പുതിയ മാറ്റങ്ങളെപ്പറ്റി ചർച്ച ചെയ്യും, ചിലതിനെ ക്രിട്ടിസൈസ് ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ ഒരു സർക്കിളുണ്ട്. അതിൽ നിന്നാണ് ഈ ഒരു താല്പര്യം. അപ്പം ഞാൻ എൻ്റെ ചിലപ്പോൾ കുറച്ചൊക്കെ എഴുതും, അപ്പോൾ എൻ്റെ ഫ്രണ്ട് അത് കമ്പോസ് ചെയ്യും. ആ ഒരു മേഖലയുടെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഞങ്ങളത് എക്സ്പ്ലോർ ചെയ്തത് കോളേജ് കഴിഞ്ഞ സമയത്താണ്. കോളേജ് കഴിഞ്ഞ് ഞങ്ങൾ നിൽക്കുന്ന ഒരു ടൈം, ആരും ജോലിയൊന്നും ആയിട്ടില്ല, കോളേജ് കഴിഞ്ഞു, കുറച്ചുകൂടെ ഇപ്പോൾ ഫ്രീ ടൈം ഉണ്ട്, ഇങ്ങനെ കറങ്ങി നടക്കുന്നൊരു സമയമുണ്ടല്ലോ. ആ സമയത്താണ് നമ്മളിങ്ങനെ കൂടുതലും ഒരുമിച്ച് കൂടുക, സിനിമയെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുക. അപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും, അപ്പോൾ ചെയ്യാൻ തോന്നുക. അതിനൊരു ഗുണം ഈ PSC പഠിച്ചിരുന്ന സമയത്ത് ഒരു പ്രഷർ വാൽവായിരുന്നു. എനിക്ക് എൻ്റെ പ്രഷർ റിലീസ് ചെയ്യാൻ കഴിയുന്ന, PSC പഠിച്ച് ഒരു ദിവസം ക്ലാസ്സിനൊക്കെ പോയി മടുത്ത് വീട്ടിലെത്തിയാൽ വൈകുന്നേരം എന്ത് ചെയ്യും, എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് അടുത്തൊരു വർക്കിനെ പറ്റി പ്ലാൻ ചെയ്യും. അപ്പോൾ ഒന്നൊരു റിലാക്സേഷനും അതുപോലെ നമുക്ക് പേഴ്സണലി നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി കാണിച്ചുകൊണ്ടൊരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു ആ സർക്കിൾ. ഒരു കരിയറായിട്ട് അത് തോന്നിയിട്ടില്ല എനിക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരിയറായിട്ടൊരു ഫിലിം ഡയറക്ടറെന്നോ അല്ലെങ്കിൽ ലിറിസിസ്റ്റെന്നോ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. പക്ഷേ എങ്കിലും ഒരു പാഷനായിട്ട് നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന സന്തോഷമുള്ള ഒരു കാര്യമായിട്ടാണ് അത് ഞാനത് കൂടെ കൊണ്ടുപോകുന്നത്. കലയെന്ന് പറയുന്നത് നമുക്കൊരു കരിയർ എന്നതിനപ്പുറം നമുക്ക് പലപ്പോഴും നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം, അത്ര അല്ലേ ഉള്ളൂ. ഓക്കെ. അപ്പം ആ ഒരു പീസ്, ആ ഒരു സ്ട്രെസ് ഒക്കെ തന്നെ റിലീവ് ചെയ്യുന്നത് മിക്കവാറും ഈ ഒരു തരത്തിലുള്ള ഇൻവോൾവ്മെന്റിലൂടെ ഒക്കെ ആയിരിക്കും അല്ലേ? അതെ പ്രധാനമായിട്ട്. കാര്യം ഞാൻ പ്രൊഫഷണലി ഞാനിപ്പം നമ്മൾ ഡയറക്ഷൻ ഇഷ്ടമാണ്, എഴുതാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഒരു ഇഷ്ടമാണെന്നതേ ഉള്ളൂ. ഒരു പ്രൊഫഷണലി ഞാൻ എത്രത്തോളം കൊള്ളാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പം ഒരു ടൈം ലിമിറ്റിനകത്ത് ഒരു കാര്യം എഴുതാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ കുറച്ചൊരു കൊമേഴ്ഷ്യൽ ആംഗിൾ ഒരു കാര്യം ഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞാലോ എനിക്ക് അതിനുള്ള അറിവുമില്ല, ആ കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു പ്രൊഫഷണലിസം ഇല്ല എനിക്കിത് ഈ കാര്യത്തിൽ. ഒരു പാഷൻ കൊണ്ടുള്ള നമ്മുടെ ഫ്രണ്ട് സർക്കിളിനകത്ത് ചെയ്യുമ്പോൾ ഉള്ളൊരു സുഖം, അതാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനത് പ്രധാനമായിട്ട് കരിയറായിട്ട് കാണാത്തത്. ഇപ്പം നമ്മൾ മലയാളികളോട് നമ്മളൊരു ചായക്കടയിൽ നിന്ന് നമ്മളൊരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്ന് രാഷ്ട്രീയം, വേറൊന്ന് സിനിമയുമായിരിക്കും. അപ്പം അത്രമാത്രം സിനിമ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണ്. അപ്പം സച്ചിന്റെ ഏറ്റവും കംഫോർട്ട് മൂവി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കംഫോർട്ട് ഫീൽഡ് ഓഫ് മൂവി എന്ന് പറയുമ്പോൾ ഏതായിരിക്കും, ഏത് ജേണൽ ആയിരിക്കും? ഒബ്വിയസ്ലി മലയാളം സിനിമകൾ കാണാറുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് മലയാള സിനിമയുടെ ഒരു നല്ല കാലം കൂടെയാണ്. അടുത്ത കുറച്ച് വർഷങ്ങളായിട്ട് ഒരുപാട് നല്ല മേക്കേഴ്സ് ഉണ്ട്, ഒരുപാട് ഇന്നോവേറ്റീവ് ഐഡിയാസ് വരുന്നുണ്ട്. പാൻ ഇന്ത്യൻ മൂവി ഹിസ്റ്ററിയിൽ തന്നെ, പാൻ ഇന്ത്യൻ മൂവി അരീനയിൽ തന്നെ മലയാളം മൂവീസിന് ഇന്നൊരു പ്രത്യേക സ്ഥാനമുണ്ട്. ഒരുപാട് പേര് അഡ്മയർ ചെയ്യുന്നുണ്ട് ഈ ഇൻഡസ്ട്രിയെ. മലയാളം സിനിമകൾ ഒരുപാട് കാണാറുണ്ട്. പക്ഷെ കൂടുതലും എനിക്ക് തോന്നുന്നു ഞാൻ കാണുന്ന നോൺ ഇന്ത്യൻ മൂവീസ് കുറേ കാണാറുണ്ട്. അതിന് എന്നെ മോട്ടിവേറ്റ് ചെയ്തിരുന്നത്, ഞാനിവിടെ തിരുവനന്തപുരത്താണ് നാട്, വീട് എവിടെയാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ IFFKയിൽ 2019 തൊട്ടൊക്കെ ഞാൻ സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പം അത് നമ്മുടെ സിനിമ ആസ്വാദനത്തിൽ പുതിയൊരു തലം തുറന്നു തന്നിട്ടുണ്ട്. ആദ്യമൊക്കെ പോകുമ്പോഴത്തേക്കും കുറച്ച് പാടാണ്. നമ്മൾ ഈ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ഫിലിം കാണുക, കുറച്ച് ക്ഷമ വേണം. ചിലത് കുറച്ച് ഭയങ്കര സ്ലോ ആയിരിക്കും, ചിലത് നമുക്ക് പ്രത്യക്ഷത്തിൽ പെട്ടെന്നൊന്നും മനസ്സിലാവണം എന്നില്ല. നമ്മൾ പിന്നീട് ആലോചിച്ച് വായിച്ച് ചർച്ച ചെയ്യുമ്പോഴായിരിക്കും കണ്ടത് എന്താണെന്ന് കുറച്ച് മനസ്സിലാവുന്നത്. അപ്പം സിനിമ ആസ്വാദനത്തിന് അങ്ങനൊരു തലം കൂടിയുണ്ട്.
പെട്ടെന്ന് നമ്മളെ രസിപ്പിക്കുന്നത് മാത്രമല്ല, ഒരു പക്ഷേ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന, നമ്മളെ പിന്നെയും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, നമ്മൾക്ക് സുഹൃത്തുക്കളോട് പോയിരുന്ന് എന്തായിരിക്കും ആ സീൻ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നൊക്കെ ചർച്ച ചെയ്യാൻ തോന്നിപ്പിക്കുന്ന ഒരു ആസ്വാദനത്തിനൊരു തലമുണ്ടെന്ന് മനസ്സിലാക്കിയത് IFFK-യിലൂടെയാണ്. ഒരു IFFK-യുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ഞാൻ പറഞ്ഞു 2019 വളരെ വളരെ വർഷങ്ങളായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ അകത്ത് 30 അല്ലെങ്കിൽ 30 ഒരു 20-25 കൊല്ലമായിട്ടൊക്കെ വരുന്ന ആളുകൾ ഉണ്ട്. ഈവൻ എനിക്ക് തോന്നുന്നു IFFK തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 25 ഇയേഴ്സിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ തുടങ്ങിയ തൊട്ടേ വരുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരുടെ ഇടയിൽ നമ്മളൊക്കെ ചെറു മത്സരങ്ങളാണ് എങ്കിലും ഞാൻ പോയി തുടങ്ങിയ തൊട്ട് ഇന്ന് വരെ മുടക്കാതെ പോയിട്ടുണ്ട്. ഇനിയാണെങ്കിലും സെക്രട്ടേറിയറ്റ് കിട്ടുകയാണെങ്കിൽ തന്നെ പോകാവുന്നേ ഉള്ളല്ലേ. തിരുവനന്തപുരത്ത് തന്നെ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ ഒരു കാരണം IFFK-ക്ക് പോകണം എന്നുള്ളതാണ്. ഫാമിലി ഇവിടെ തന്നെയാണ്, പക്ഷെ എന്നാലും ഒരു കാരണം IFFK-ക്ക് ആണ്. മൂവി നമ്മുടെയൊക്കെ ലൈഫിൽ അത്രമാത്രം ഒരു പാർട്ടായി മാറി. കാരണം IFFK മറ്റൊരു സിനിമ മാത്രമല്ല, അവിടെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ വരും. നമ്മൾ ഇതിന് മാത്രം കണ്ടുമുട്ടുന്ന മറ്റ് ജില്ലകളിൽ നിന്ന് IFFK വരുന്ന സമയത്ത് മാത്രം തിരുവനന്തപുരത്ത് വരികയും ഒരുമിച്ച് കൂടുകയും ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ IFFK സിനിമ മാത്രവുമല്ല, ഇങ്ങനെ കുറേ സാംസ്കാരികമായിട്ടുള്ള ഇടപെടലുകൾ, സൗഹൃദം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഇപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ഒക്കെ കഴിഞ്ഞു, മികച്ച റാങ്കിങ് കിട്ടി. പൊതുവെ നമുക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെയും വിജയം ഒറ്റയ്ക്ക് നേടിയൊരു കാര്യമായിരിക്കത്തില്ല. കാരണം നമ്മളൊക്കെ തന്നെ സാമൂഹിക ജീവികളാണ്. നമുക്ക് ചുറ്റും ഒരു സപ്പോർട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ഷോൾഡർ തരാനോ ആരെങ്കിലും ഒക്കെ തന്നെ ഉണ്ടാകും. അപ്പം സച്ചിന്റെ ഈ ഒരു വിജയത്തിൽ സച്ചിൻ അങ്ങനെ നന്ദി പറയാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ റാങ്ക് എന്ന് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിലുണ്ടായ ഒരു നേട്ടം എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒരാൾ എൻ്റെ കൊച്ചച്ഛനാണ്, എൻ്റെ അച്ഛൻ്റെ അനിയൻ. ഇലക്ട്രിസിറ്റി ബോർഡിൽ KSEB-യിൽ സീനിയർ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇപ്പം. കൊച്ചച്ഛൻ എൻ്റെ കോളേജ് സമയം തൊട്ടേ എന്നോട് പറയുമായിരുന്നു PSC പഠിക്കണം. PSC ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കോളേജ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാവില്ല, പക്ഷേ ഭാവിയിൽ നമുക്ക് വളരെ സെക്യൂർ ആയിട്ടുള്ള വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ഒരു സോഷ്യൽ ലൈഫും കൂടി നമുക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സെക്ടർ ഗവൺമെൻറ് സെക്ടറാണ്, നീ അതിന് പഠിക്കണം എന്നൊക്കെ എന്നോട് കൊച്ചൻ പറയുമായിരുന്നു എപ്പോഴും. ഞാൻ ഡിഗ്രി പഠിച്ചത് BSc കമ്പ്യൂട്ടർ സയൻസ് ആണ്. പക്ഷേ എനിക്ക് കമ്പ്യൂട്ടർ സയൻസിൽ വലിയ താല്പര്യം തോന്നിയില്ല. ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തെങ്കിലും അത് പോസ്റ്റ് ഗ്രാജുവേഷനിലോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ആ മേഖലയിൽ ജോലി ചെയ്യാനോ താല്പര്യം തോന്നിയില്ല. അപ്പം ഞാൻ അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നു ഡിഗ്രി കഴിഞ്ഞപ്പോൾ. എൻ്റെ കരിയർ ഞാൻ എങ്ങനെ വിചാരിക്കണം, ഏതിലോട്ട് പോകണം. അപ്പോൾ ഈ കൊച്ചൻ്റെ അഡ്വൈസ് എന്നെ വളരെയധികം സ്വാധീനിച്ചു, ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പഠിക്കാൻ. അതിനോടൊപ്പം തന്നെ പഠിക്കുന്ന സമയത്തെല്ലാം കൊച്ചിന് ഈ പരീക്ഷയെ പറ്റി എപ്പോഴും പറയുമായിരുന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്നൊരു പരീക്ഷയുണ്ട്, അത് വളരെ നല്ല പരീക്ഷയാണ്. ഒരു ഡിഗ്രി ഹോൾഡറിന്, ഒരു ഡിഗ്രി ക്വാളിഫൈഡ് ആയ വ്യക്തിക്ക് കേരള PSC-യിൽ ലക്ഷ്യം വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പരീക്ഷയാണ്. പക്ഷെ അന്ന് ഈ KS ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി കൊച്ചിച്ചൻ എപ്പോഴും പറയുമായിരുന്നു എൻ്റെ അടുത്ത്. അങ്ങനെയാണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അത്ര മികച്ച ഒരു പരീക്ഷയാണ്. നമുക്ക് വേറെ നോളജൊന്നും ഇല്ലെങ്കിലും കൊച്ചിച്ചൻ പറയുന്ന കേട്ട് ഒരു ഒബ്സഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് റാങ്ക് ലിസ്റ്റിൽ വന്ന് നിൽക്കുമ്പം എനിക്ക് നന്ദി പറയാനുള്ളത് കൊച്ചിച്ചൻ്റെ അടുത്താണ്. ഒരുപക്ഷെ കൊച്ചിച്ചൻ എന്നൊരു വ്യക്തി ജീവിതത്തിൽ ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് സംശയമാണ് ഞാൻ PSC പഠിക്കുമെന്ന് തന്നെ. പിന്നെ ഒബ്വിയസ്ലി എൻ്റെ വീട്ടുകാരും ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ അവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർക്കും ഓക്കെ ആയിരുന്നു, നല്ല കാര്യം പഠിക്കുന്നത്, ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി തന്നിട്ടുണ്ട് വീട്ടുകാർ. എങ്കിലും ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന കൊച്ചിച്ചനാണ്. കൊച്ചിച്ചൻ്റെ പേരെങ്ങനെയാണ്? ശ്രീകുമാർ എന്നാണ് പേര്. കൊച്ചിച്ചൻ ഇപ്പോൾ KSEB-യിൽ മാനന്തവാടി ഡിവിഷനിൽ സീനിയർ സൂപ്രണ്ടാണ്. ഓക്കെ. അപ്പം റിസൾട്ട് വന്നപ്പം എന്തായിരുന്നു കൊച്ചിച്ചൻ്റെ റിയാക്ഷൻ? കൊച്ചിന് വളരെ സന്തോഷമായി. കൊച്ചിൻ ഇവിടെ നാട്ടിലില്ലായിരുന്നു, ഞാൻ പറഞ്ഞ മാനന്തവാടിയിലായിരുന്നു കൊച്ചിച്ചൻ. ഞാൻ റിസൾട്ട് വന്നപ്പോൾ തന്നെ ആദ്യം വിളിച്ച് പറഞ്ഞ ഒരാൾ കൊച്ചിച്ചനാണ്. കൊച്ചിന് വളരെ സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. എനിക്ക് തോന്നുന്ന കൊച്ചിച്ചൻ പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് കൊച്ചിച്ചൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആവണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് ആ ആഗ്രഹം എന്നിലൂടെയാണ് നേടിയെടുത്തതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് KS-ന് നീ പഠിക്കണം, നീ എന്തായാലും ഇതുവരെ എത്തി, അപ്പോൾ നീ ഇനി KS-നൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ എൻകറേജ് ചെയ്യാറുണ്ട്. അപ്പം നിരന്തരം എൻകറേജ് ചെയ്തു തരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ PSC-യിലോട്ട് വന്നതിലും ഞാൻ PSC-യിൽ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നതിലും കൊച്ചൻ്റെ പങ്കുണ്ട്. എന്നെ എപ്പോഴും കാണുമ്പോൾ ചോദിക്കും, മാനന്തവാടിയിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ നാട്ടിൽ വരുന്ന സമയത്തൊക്കെ എന്നെ കാണുമ്പോൾ പഠിക്കുന്നുണ്ടോ, നീ ഇന്ന പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തോ, അത് നീ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ഇങ്ങനെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം കൊച്ചിച്ചനാണ്. ഓക്കെ. അപ്പം ഗ്രേറ്റ്. ടെസ്റ്റ് സീരീസിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ നേരത്തെ. അപ്പം ഒരു PSC-ക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥി ടെസ്റ്റ് സീരീസിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണം? എൻ്റെ അഭിപ്രായത്തിൽ വളരെയധികം നമ്മൾ ഈ കണ്ടന്റ് ബിൽഡിങ്ങിനോട് ഓവർ ഒബ്സഷൻ ഉണ്ടാവും നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ചില ആൾക്കാർ സിലബസ് എടുത്തിട്ട് ഇത് തീർത്തിട്ടേ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു അപ്രോച്ച് എടുക്കാറുണ്ട്. അത് വളരെ അപകടം പിടിച്ചൊരു അപ്രോച്ചാണെന്നാണ് എൻ്റെ അഭിപ്രായം. കണ്ടന്റ് വേണം, പക്ഷെ നമ്മളൊരു പോയിന്റ് എത്തി കഴിയുമ്പോൾ എൻ്റെ ഒപ്പീനിയൻ എപ്പോഴും
ഒരു 50% കണ്ടന്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റ് എഴുതി തുടങ്ങണം എന്നാണ്. കാര്യം ടെസ്റ്റ് എഴുതുന്നതിനകത്ത് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇത്തവണത്തെ സെക്രട്ടറിൻ്റെ ഫസ്റ്റ് ഫേസ്. സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസ് ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തതാണ് പലർക്കും പറ്റിപ്പോയ പ്രശ്നം. കാര്യം ക്വസ്റ്റ്യൻസ് ഇച്ചിരി വലുതായിരുന്നു, വലിയ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു, കുറച്ച് വായിച്ച് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്നാൽ കണ്ടന്റ് ഇപ്പോൾ ഒരുപാട് പഠിച്ചവർക്കും അത് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നില്ല. നമുക്ക് പല ജോഗ്രഫി എന്ന് പറഞ്ഞ പല ക്വസ്റ്റ്യൻസും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ഇച്ചിരി വലുതായിരുന്നു. അപ്പോൾ പലർക്കും ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ല. ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് സമയം നമ്മൾ സ്ട്രെസ്ഡ് ആവും. നമ്മളൊരു 50 ക്വസ്റ്റ്യൻ വായിച്ച് തീർത്തപ്പോൾ തന്നെ മുക്കാൽ സമയവും കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ 1 മണിക്കൂറിന് അടുപ്പിച്ചായെങ്കിൽ പലർക്കും മാത്സിൻ്റെ കാര്യത്തിൽ 20 മാത്സ് ചെയ്യുമ്പോഴത്തേക്കും വിചാരിക്കുന്ന സമയത്ത് തീരാറില്ല, ഒരുപാട് സമയം അത് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ പ്രഷർഡ് ആവും. സ്ട്രെസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു ഗസ് കൊടുക്കാൻ പറ്റാത്ത പ്രശ്നം വരും, ക്വസ്റ്റ്യൻസ് വായിക്കാൻ മനസ്സിലാവാത്ത. അപ്പം ഈ ടൈം മാനേജ് ചെയ്യുന്ന കാര്യത്തിലായാലും നല്ല ഗസ് വർക്ക് ചെയ്യുന്ന കാര്യത്തിലായാലും അടിസ്ഥാനം ടെസ്റ്റ് സീരീസുകളാണ്. നമ്മളൊരു എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് നല്ലൊരു ടെസ്റ്റ് സീരീസിലൂടെ കടന്നു പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം എൻ്റെ അടുത്ത് കണ്ടന്റ് ബിൽഡിംഗ് ആണോ ടെസ്റ്റ് സീരീസ് എടുക്കുന്നതാണോ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് തന്നെ കണ്ടന്റ് ബിൽഡിംഗ് ഒരു 50% ആയെങ്കിൽ, അതായത് നിങ്ങൾ ഒരു 50 ബേസിക്സ് ഒക്കെ സ്ട്രോങ് ആയെങ്കിൽ, എല്ലാ സബ്ജക്ട്സിൻ്റെയും ബേസിക് സ്ട്രോങ് ആയെങ്കിൽ ടെസ്റ്റ് സീരീസ് എടുക്കുക, മാക്സിമം ടെസ്റ്റ് സീരീസ് എടുക്കുക. ഞാൻ UPSC പ്രിലിംസിൻ്റെ കാര്യത്തിലും സെക്രട്ടറിൻ്റെ പ്രിലിംസിൻ്റെ കാര്യത്തിലും എന്നെ രക്ഷിച്ച ഒരു ഫാക്ടർ ടെസ്റ്റ് സീരീസ് തന്നെയാണ്. UPSC ഞാൻ ഒരുപാട് ടെസ്റ്റ് സീരീസ് എടുത്തിരുന്നു. സെക്രട്ടേറിയറ്റിൻ്റെ ഞാൻ KS മെൻ്റൽ ടെസ്റ്റ് സീരീസ് എടുത്തിരുന്നു. മെയിൻസിന് വന്നപ്പോഴും ഞാൻ ടെസ്റ്റ് സീരീസ് എടുത്തിരുന്നു. മെയിൻസിനാണ് ഞാൻ KSൻ്റെ എടുക്കുന്നത്. പ്രിലിംസിൻ്റെ സമയത്ത് UPSCയുടെ അറിവ് വെച്ചിട്ടാണ് വരുന്നത്. ടെസ്റ്റ് സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ടെസ്റ്റ് സീരീസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നാണ് സിലബസ് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളത്. നമുക്കിപ്പം PSC കൃത്യമായിട്ടൊരു സിലബസ് തന്നിട്ടുണ്ട്. 100 മാർക്കിന്റെ പ്രിലിംസിന്റെ ആണെങ്കിലും മെയിൻസിന്റെ ആണെങ്കിലും സിലബസ് ഉണ്ട്. അപ്പൊ ഈ സിലബസ് മൊത്തം കവർ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് ഓർത്ത് വിഷമിക്കുന്ന കുറെ ഉദ്യോഗാർത്ഥികളുണ്ട്. അവരോട് എന്താ പറയുന്നത്? എന്താണ് സച്ചിന്റെ ഒരു അഡ്വൈസ് ആ കാര്യത്തിൽ? എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു എക്സാമിന്റെ ഡിമാൻഡ് അനുസരിച്ചാണ് എപ്പോഴും പഠിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട PSC 100 മാർക്കിന് പരീക്ഷ നടത്തുമ്പോൾ 100 മാർക്കല്ലല്ലോ കട്ട് ഓഫ്. ഒരു പ്രിലിംസിൻ്റെ കട്ട് ഓഫ് ചിലപ്പം 45 ആയിരിക്കാം, അല്ലെങ്കിൽ 50 ആയിരിക്കാം, പോട്ടെ 55 ആയിരിക്കാം. അതിന് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 55% സിലബസിൽ കവർ ചെയ്ത്, അത്ര ഞാൻ പറയുന്നില്ല, ലൈക്ക് ഒരു സിലബസ് ഒരു 70% അല്ലെങ്കിൽ 75% കവർ ചെയ്ത ആൾക്ക് 55 മാർക്ക് വാങ്ങിക്കാൻ ഈസി ആയിരിക്കും, കവർ ചെയ്ത കാര്യത്തിൻ്റെ ബേസിക് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ. അപ്പം ഈ സിലബസ് മൊത്തത്തിൽ കവർ ചെയ്യാൻ PSC തന്നെ ആവശ്യപ്പെടുന്നില്ല. സിലബസ് അവർ തരുന്നെങ്കിലും നിങ്ങൾ 100 മാർക്ക് മേടിക്കണമെന്ന് PSC തന്നെ ആവശ്യപ്പെടുന്നില്ല. ഒരു കട്ട് ഓഫ് ഉണ്ട്, അത് അച്ചീവ് ചെയ്താൽ മാത്രം മതി. അപ്പം നമ്മൾ കുറച്ച് ബുദ്ധിപരമായിട്ട് ആ സിലബസ് എടുത്ത് നോക്കി ഏറ്റവും കൂടുതൽ മാർക്ക് എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കി അതിന് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കലായിരിക്കും നല്ലത്. ഇപ്പോൾ ചില സബ്ജക്റ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില എക്സാംസിനൊക്കെ ജോഗ്രഫി എന്നൊരു സബ്ജക്റ്റ് കൊടുത്തിട്ട് ചിലപ്പം ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, കേരള ജോഗ്രഫി എല്ലാം കൂടി 5 മാർക്കായിരിക്കും. സപ്പോസ്, ഞാൻ അങ്ങനെ പറയുന്നില്ല, സപ്പോസ് 5 മാർക്കാണെങ്കിൽ എൻ്റെ ഒപ്പീനിയനിൽ ആ 5 മാർക്ക് വാങ്ങിക്കാൻ ഇന്ത്യൻ ജോഗ്രഫിയും വേൾഡ് ജോഗ്രഫിയും കേരള ജോഗ്രഫിയും പഠിച്ചു തീർക്കാൻ ശ്രമിക്കുന്ന ഒരു മണ്ടത്തരമായിരിക്കും. കാര്യം അതൊരു വാസ്റ്റ് ഏരിയ ആണ്. ജോഗ്രഫി നല്ല സബ്ജക്റ്റാണ്, പക്ഷെ നമ്മൾ മനസ്സിലാക്കി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് മുൻപ് PSC ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ സ്വഭാവം മനസ്സിലാക്കി പഠിക്കലാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് സിലബസ്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ സിലബസ് തീർക്കാനുള്ള ഒബ്സഷൻ നല്ലതല്ല. അത് ഞാൻ അതെല്ലാം തീർത്തിട്ടേ ബാക്കി എന്തും ചെയ്യുള്ളൂ. ടെസ്റ്റൊക്കെ ഞാൻ പിന്നെ എഴുതുള്ളൂ, ഇപ്പോൾ എഴുതി എനിക്ക് മാർക്ക് കിട്ടില്ല, എൻ്റെ കോൺഫിഡൻസ് പോവും, ഞാൻ ഈ സിലബസ് ഒന്ന് തീർത്തിട്ട് ഞാൻ ടെസ്റ്റൊക്കെ എഴുതാം എന്നുള്ളൊരു അപ്രോച്ച് ഒരിക്കലും അങ്ങനെ തീരാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലുള്ളത് എവിടെയാണെന്ന് മനസ്സിലാക്കുക, ആ ഏരിയയിൽ നിന്ന് കഴിഞ്ഞൊരു 5 വർഷം PSC എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് മനസ്സിലാക്കുക, ആ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ ലെവലിൽ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ബേസിക്സ് നല്ല സ്ട്രോങ് ആക്കുക, ആയിക്കഴിഞ്ഞാൽ ടെസ്റ്റ് എടുത്തോളാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ സിലബസ്, ടെസ്റ്റ് സീരീസ്, PYQ ഇത് മൂന്നുമാണ് ഒരു ആസ്പിരന്റ് എന്തായാലും ഫോളോ ചെയ്യേണ്ട 3 വഴികൾ. സിലബസ് വളരെ ശ്രദ്ധയോടെ തന്നെ ചെയ്യണം. സിലബസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും തീർക്കലല്ല എന്ന് ആദ്യമേ മനസ്സിൽ വേണം. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതൽ എവിടെയാണെന്ന് നോക്കണം, അതിൻ്റെ മുമ്പത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നോക്കണം. ഇപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്കൊന്ന് പ്രിലിംസിനുണ്ട്. അത് 5 മാർക്കേ ഉണ്ടായിരിക്കുള്ളൂ, പക്ഷെ അത് വളരെ കുറച്ച് പഠിക്കാനുള്ളൂ. നമ്മൾ വാസ്റ്റായിട്ടൊരു ഏരിയ പഠിച്ച് 5 മാർക്ക് വാങ്ങിക്കാൻ നിൽക്കുന്നതിനേക്കാളും ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ എനിക്ക് തോന്നുന്നു +1 ഹ്യൂമാനിറ്റീസിൻ്റെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, ഞാനതാണ് പഠിച്ചത്. എല്ലാ ക്വസ്റ്റ്യനും അതിൽ നിന്നാണ് വന്നത്, എല്ലാ ക്വസ്റ്റ്യനും ആ ടെക്സ്റ്റിൻ്റെ അകത്തു നിന്നാണ് വന്നത്. ആ ടെക്സ്റ്റ് വായിച്ചാൽ മതി. ആ ടെക്സ്റ്റ് വായിക്കാൻ നമുക്ക് ഇച്ചിരി പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം, ഒരു 4 ദിവസം ഒരിക്കൽ വായിക്കാൻ, റിവിഷനും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 ദിവസം 6 ദിവസം പഠിച്ചാൽ 5 മാർക്ക് കഴിഞ്ഞു. നമുക്കൊരു ഐഡിയ വേണം, ഈ സിലബസിൽ മാർക്ക് എവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു, ഇതിൻ്റെ സോഴ്സ് ഏതാണ്, ആ സോഴ്സ് പഠിക്കാൻ നമുക്ക് എത്ര സമയം എടുക്കും, ഓരോന്നും നമുക്ക് എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യണം എന്നനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്ത് തീർക്കലാണ് ഏറ്റവും നല്ലത്. അതൊരു പോയിന്റ് എത്തുമ്പോൾ ടെസ്റ്റ് സീരീസ് അങ്ങ് തുടങ്ങുക. ടെസ്റ്റ് സീരീസ് എഴുതി അതർ ദാൻ കണ്ടന്റ് കാര്യങ്ങൾ ക്ലിയർ ആക്കുക. ലൈക്ക് ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
നമ്മളൊരു 10 ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രാറ്റജി വേണം. ഞാൻ മാത്സിന് എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യും, ഇംഗ്ലീഷ് മലയാളത്തിന് എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യും, ജിക്ക് ഞാൻ എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യും, അത് എത്ര റൗണ്ട് പോകും. ചിലപ്പോൾ ജിക്ക് നമുക്ക് ഒറ്റ റൗണ്ടിൽ ക്ലിയർ ചെയ്യാൻ പറ്റണമെന്നില്ല. ഒരു റൗണ്ട് നമ്മൾ ആദ്യം പോകണം, സെക്കൻഡ് റൗണ്ട് വരേണ്ടി വരും. ചിലർ 3 റൗണ്ട് മെത്തേഡായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ ഈ ഒരു 1.25 മണിക്കൂറിനകത്ത് എങ്ങനെ ചെയ്യുമെന്ന് ഒരു 10-15 ടെസ്റ്റിൽ പ്രാക്ടീസ് ചെയ്താൽ ആക്ച്വൽ എക്സാമിന് നമ്മൾ പോകുമ്പം നമ്മളത് ചെയ്തോളും. പക്ഷേ ഇത് ഞാൻ ചെയ്തോളും, എനിക്ക് എക്സാമിന് ഞാൻ ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് പോയാൽ ഒരുപാട് പണി കിട്ടും. അത് എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെക്രട്ടറിയേറ്റിൻ്റെ ഫസ്റ്റ് ഫേസ്. ശരിക്കും ആൾക്കാർക്ക് ടൈം മാനേജിൽ പ്രശ്നം പറ്റി. വീട്ടിൽ വന്ന് ആ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് വായിച്ചപ്പം അയ്യോ ഇതൊക്കെ എഴുതാൻ പറ്റുമായിരുന്നു, ഇതൊക്കെ എനിക്ക് അപ്പോഴും ഓർമ്മ വന്നില്ല, പിന്നെ സ്ട്രെസ്ഡ് ആയിപ്പോയി സമയം കിട്ടാതായപ്പോഴത്തേക്കും. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഓർക്കുന്നുണ്ട്. ജോഗ്രഫിയുടെ 2 ക്വസ്റ്റ്യൻസ്, ഒറ്റ പേജ് 2 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. മൺസൂണിന് 2 ക്വസ്റ്റ്യൻ, ട്രോളൊക്കെ ഉണ്ടായിരുന്നു, ടെക്സ്റ്റ് ബുക്ക് പോലെ ഇരുന്നു. ടെക്സ്റ്റ് ബുക്ക് പോലെ ഇരുന്നു. പക്ഷെ അത് മൺസൂണിനെ പറ്റി തിരിച്ചും മറിച്ചു വെച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അത്രേ ഉള്ളൂ. പക്ഷെ എക്സാം ഹാളിൽ നമ്മൾ ഇരിക്കുന്ന ഒരു ടെൻസ്ഡ് മൊമെന്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം. ഈ നമ്മുടെ ഈ സ്ട്രെസ് മാനേജ്മെന്റിൽ ടൈം മാനേജ്മെന്റ് വലിയ പങ്കുണ്ട്. ടൈം മാനേജ് ചെയ്താലേ നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ടൈം മാനേജ്മെന്റ് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ടെസ്റ്റ് സീരീസിലേ അത് പരിഹരിക്കപ്പെടുകയുള്ളൂ. നമ്മൾ സഫീഷ്യന്റ് ടെസ്റ്റ് എടുത്തിരിക്കണം പ്രാക്ടീസ് ആയിട്ട്. ഇപ്പം സച്ചിൻ നമ്മുടെ പോരാട്ടം ടെസ്റ്റ് സീരീസിന്റെ ഭാഗമായിരുന്നു, അതിലുണ്ടായിരുന്നു. അപ്പം അതെങ്ങനെയാണ് സച്ചിന്റെ പ്രിപ്പറേഷനിൽ ഒന്ന് സഹായിച്ചത്? ഒന്ന്, ഞാൻ ഈ UPSC പഠിച്ചിരുന്ന സമയത്ത് കുറേ ടെസ്റ്റ് എടുത്തിരുന്നു. ഞാൻ പഠിച്ചിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ടെസ്റ്റ് സീരീസ് എടുത്തിരുന്നു, മറ്റ് ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ടെസ്റ്റ് സീരീസ് എടുത്തിരുന്നു. അപ്പോൾ എനിക്ക് ടെസ്റ്റ് എഴുതുന്നതിൻ്റെ പ്രാധാന്യം അറിയാമായിരുന്നു. ഞാൻ KS മെൻറ്ററിലേക്ക് ടെസ്റ്റ് എടുത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് ഈ PSCയുടെ ചില ടോപ്പിക്സ് ഒന്ന് റിവൈസ് ചെയ്യണമായിരുന്നു. ഞാൻ പണ്ട് പഠിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി, കേരള ഇക്കോണമി, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പണ്ട് പഠിച്ച സാധനങ്ങൾ എനിക്കൊന്ന് റിവിഷനിലൂടെ പോകണമെന്ന് തോന്നിയിരുന്നു. അപ്പോൾ KS മെൻറ്റർ ടെസ്റ്റ് എടുത്തപ്പോൾ ഞാൻ ആക്ച്വലി KS മെൻറ്റർ എന്നല്ല, ടെസ്റ്റ് സീരീസിനെ പറ്റി അന്വേഷിച്ചു പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും. PSC പഠിപ്പിക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും സെക്രട്ടറിയേറ്റിൻ്റെ മെയിൻസിൻ്റെ ടെസ്റ്റ് സീരീസിനെ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചൊരു കാര്യം, നിങ്ങൾ എക്സ്പ്ലെയിൻഡ് കീ തരുമോ എന്നുള്ളതായിരുന്നു. ടെസ്റ്റ് കഴിഞ്ഞിട്ട് വെറുതെ ഒന്നാമത്തെ ഉത്തരം B, രണ്ടാമത്തെ C എന്ന് പറഞ്ഞാൽ പോരാ, ഒരു നല്ല എക്സ്പ്ലെയിൻഡ് കീ ഉണ്ടാവുമെന്ന് വെച്ചാൽ പലർക്കും അങ്ങനെ ഇല്ലായിരുന്നു. ചിലർ പറഞ്ഞ് ടെസ്റ്റ് ഉണ്ട്, ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് അറിയാൻ പറ്റും, അത്രയേ ഉള്ളൂ. പക്ഷേ KS മെൻറ്ററിലാണ് പറഞ്ഞത് ഒരു എക്സ്പ്ലെയിൻഡ് കീ ഉണ്ടാവും. അപ്പോൾ എനിക്ക് അതിൻ്റെ കീ ഇഷ്ടപ്പെടുകയും ചെയ്തു. അതാണ് ഞാൻ KS മെൻറ്ററിൽ ടെസ്റ്റ് എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ടെസ്റ്റ് എഴുതുകയും ചെയ്യാം, നമുക്ക് തെറ്റിപ്പോകുമ്പോഴത്തേക്കും അത് എന്തുകൊണ്ടാണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സും ഈ എക്സ്പ്ലെയിൻഡ് കീ വഴി മനസ്സിലാവും. ആ എക്സ്പ്ലെയിൻഡ് കീ വായിച്ചപ്പോഴത്തേക്കും പണ്ടത്തെ ഒരു റിവിഷൻ പോലെ എനിക്ക് ഞാൻ പണ്ട് പഠിച്ച കുറേ കാര്യങ്ങൾ കീ വായിച്ചപ്പോൾ ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാനും അത് എക്സാം ചെയ്യുമ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാനും ഒക്കെ പറ്റി. അതുകൊണ്ട് ആ എക്സ്പ്ലെയിൻഡ് കീയാണ് ഞാൻ ഇതിലേക്ക് വരാനുള്ള കാരണം. സച്ചിൻ്റെ ഒരു ജേണിയെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ PSC ആസ്പിരൻസ് ഉണ്ട്. അപ്പോൾ അവർ പല ഏജ് ഗ്രൂപ്പിൽ പെട്ടവരായിരിക്കാം. കാരണം അവർ പല ജോലികൾ ചെയ്യുന്നവരുണ്ടായിരിക്കാം. പ്രൈവറ്റ് ഫേമിൽ നിന്നുകൊണ്ട് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും പൊസിഷനിൽ നിന്നുകൊണ്ട് വീണ്ടും ഉയർന്ന പൊസിഷനിലോട്ട്, ഉയർന്ന തസ്തികയിലോട്ടൊക്കെ തന്നെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കാം. അല്ലാതെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളും സ്റ്റുഡൻസും ഉണ്ടായിരിക്കാം. അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത് റാങ്ക് ഹോൾഡർ എന്ന നിലയ്ക്ക്? എനിക്ക് പറയാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഇപ്പോൾ PSC പരീക്ഷയെ പറ്റിയാണ് പറയുന്നതെങ്കിൽ PSC പരീക്ഷയുടെ സ്വഭാവം മാറിയിട്ടുണ്ട്, അതൊരു വസ്തുതയാണ്. പ്രത്യേകിച്ച് ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകൾ, പണ്ടത്തെ പരീക്ഷകളിൽ നിന്ന് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. PSC ഡിമാൻഡ് ചെയ്യുന്ന അപ്രോച്ച് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ഫാക്ച്വൽ ആയിരുന്ന ക്വസ്റ്റ്യൻ എങ്കിൽ ഇന്ന് കുറച്ചുകൂടി കോൺസെപ്ച്വലായി. അപ്പം PSC എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ വേറൊരു ജോലി ചെയ്യുന്ന ഒരാൾ വിചാരിക്കുകയാണ് PSC പഠിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ ആദ്യം നമ്മൾ ആ എക്സാമിനൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ചിലർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, പണ്ടത്തെ അനുഭവം വെച്ചിട്ട് അതുപോലെ തന്നെ പഠിക്കാൻ നോക്കും. PSC എക്സാം മാറി എന്ന് മനസ്സിലാക്കി ആദ്യം എക്സാമിനെ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്മളെ മനസ്സിലാക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. നമുക്ക് എന്താണ് ആവശ്യം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ബേസിക്കലി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സപ്പോർട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സപ്പോർട്ട് ഇല്ലാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പം അത് വർക്ക് ചെയ്യില്ല. അപ്പം നമ്മളെ മനസ്സിലാക്കിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് വേണമെങ്കിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരണം. ഞാൻ പലപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള, എൻ്റെ പരിചയമുള്ള എൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ പിള്ളേർ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതാണ് നല്ലത്, പക്ഷേ നന്നായിട്ട് അന്വേഷിച്ചിട്ട് പോകണം, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം, എന്നിട്ട് അവരുടെ ക്ലാസ് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഫോളോ ചെയ്യണം. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുകയാണെങ്കിൽ, നമ്മൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ വേറെ സോഴ്സുകളുടെ ആവശ്യമില്ല, ഒരുപാട് സോഴ്സ് കൂട്ടുന്നത് നല്ലതല്ല. അപ്പം പഠിക്കാൻ ഇറങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് ചുരുക്കി പറയാനുള്ളതെന്ന് വെച്ചാൽ, പരീക്ഷ ആദ്യം മനസ്സിലാക്കിയിട്ട് തന്നെ ഇറങ്ങണം. പിന്നെ പരീക്ഷ മനസ്സിലാക്കുമ്പോഴത്തേക്കും പിന്നെ ചില ആൾക്കാർക്കൊരു പേടിയുള്ളവരുണ്ട്, അയ്യോ PSC ഒരുപാട് മാറിപ്പോയി, പണ്ടത്തെ പോലെയൊന്നുമല്ല, ഇപ്പം ഇനിയുള്ള പരീക്ഷകൾ UPSC പോലെ ആയിപ്പോയി, നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു സൈക്കോളജിക്കൽ ബാരിയർ മാത്രമാണ്. അത് നമ്മൾ ശരിക്കും പരീക്ഷയെ നന്നായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമുക്ക് പറ്റുന്ന പരീക്ഷ തന്നെയാണ്, നമുക്കൊരു നല്ല സ്ട്രാറ്റജി വേണമെന്നേ ഉള്ളൂ. നല്ലൊരു സ്ട്രാറ്റജി വേണം.
അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നതാണെങ്കിൽ അങ്ങനെ, ഇനി സെൽഫായിട്ട് പഠിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്ട്രാറ്റജി വേണം. എങ്ങനെയാണ് ഞാൻ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്, സിലബസ് ഞാൻ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യും, എങ്ങനെ ടെസ്റ്റ് എടുക്കും, ടെസ്റ്റിന് എനിക്ക് സോഴ്സ് എവിടെ നിന്ന് കിട്ടും, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ, ഇതൊരു സ്ട്രാറ്റജി വേണം. കോൺഫിഡൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. പോസിബിളാണ് എല്ലാവർക്കും. നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് പോസിബിളാണ്. നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ മുന്നോട്ട് നയിക്കുന്നത്. PSC ഒരു ബാലികേറാമലയല്ല. ഒരിക്കലും അല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തല്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്സ് ഉണ്ട്. 2, ഇപ്പോൾ AI വന്നതിന് ശേഷം നമുക്ക് പല ഉപയോഗങ്ങളും ഉണ്ട്. നമുക്ക് ചില ടോപ്പിക്ക് അതിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഏരിയയിൽ നിന്ന് PSC ചോദിക്കുന്ന പോലെ ഒരു 10 ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് തരും വെച്ചാൽ അത് ചെയ്ത് തരും. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് PSC ഒരു ബാലികേറാമലയേ അല്ല. പിന്നെ ഒബ്വിയസ്ലി ചില ആൾക്കാർക്ക് അവരുടെ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ചില ആൾക്കാർക്ക് ഒരു ലീവ് എടുത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം, മറ്റ് എൻഗേജ്മെൻറ്റ്സ് ഉള്ളവരുണ്ടായിരിക്കാം. അത് ഡിപ്പെൻസ്. ഓരോ ആളുകളും അത് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ PSC ബാലികേറാമലയേ അല്ല. സച്ചിൻ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഇനി എല്ലാ വിജയങ്ങളും കൂടെ വരട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ.